എംഎസിൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. സത്യജിത് റായിയുടെ അസനി സങ്കേതം എന്ന ഒരു സിനിമയുണ്ട്. 1943 ഭയാനകമായ ബംഗാൾ ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഭക്ഷ്യക്ഷാമം മൂലം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്. അത് മനുഷ്യബന്ധത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഈ ചിത്രം പറയുന്നത്. അസനി സങ്കേതം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് അകലങ്ങളിലെ ഇടിമുഴക്കം എന്ന് പറയാം. അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. 1939 മുതൽ 1945 വരെ ആയിരുന്നു ആ യുദ്ധം. ഇന്ത്യയിലെ നെല്ലറ ആയ ബംഗാളിൽ നിന്നും അവിടെ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് വേണ്ടി കൊണ്ടുപോയി. അങ്ങനെയാണ് അകലങ്ങളിലെ ഇടിമുഴക്കം ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കുക, യുദ്ധം ഇന്ത്യയിലായിരുന്നില്ല, പക്ഷേ മനുഷ്യർ പട്ടിണി കൊണ്ട് നരകിച്ച് മരിച്ചത് ഇന്ത്യയിൽ, ബംഗാളിൽ ആയിരുന്നു താനും. കാലം മാറി. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഇന്ത്യയുടെ മണ്ണിൽ യുദ്ധമില്ല. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. ഇപ്പോഴും അതിൻ്റെ ദുരന്തം പേറുന്നത് നമ്മളാണ്, ഇന്ത്യക്കാർ. നമ്മുടെ അടുക്കളകൾ എല്ലാം പൂട്ടി. വീടുകളിൽ മാത്രമല്ല, ഹോട്ടലുകൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, എന്നിവിടങ്ങളിലെയൊക്കെ ക്യാൻറ്റീനുകൾ ഒക്കെ പൂട്ടി. മോഡിയുടെ പരസ്യം പറയുന്നത് പോലെ അടുക്കളകൾ പുകരഹിതമായി. ലേശം കണക്ക് നോക്കാം. 33.21 കോടി ആണ് വീടുകളിലെ കണക്ഷൻ. പ്രതിദിനം 50 ലക്ഷം സിലിണ്ടറുകൾ ആണ് ഇന്ത്യയിലുടനീളം വീടുകളിൽ വിതരണം ചെയ്യുന്നത്. വാണിജ്യ കണക്ഷനുകൾ 30 ലക്ഷമാണ്. വിതരണക്കാർ ആകെ 75,601 പേർ ആണ്. ഇത് വർഷത്തിൽ 33 മുതൽ 34 ദശലക്ഷം ടൺ LPG ഗ്യാസ് ആണ്. ഇതിൻ്റെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. പ്രധാനമായും ഖത്തർ, സൗദി അറേബ്യ, UAE രാജ്യങ്ങളിൽ നിന്നുമാണ് അത് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ക്രൂഡ് ഓയിൽ ഇറക്കുമതി റഷ്യയിൽ നിന്നും ആയിരുന്നു. 2026 അത് ശരാശരി 80 മില്യൺ ടൺ ആയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ശാസന കൊണ്ട്, അമേരിക്കയെ പേടിച്ച് മോഡി സർക്കാർ അവിടെ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കുന്നു. അതിപ്പോൾ അത് 15 ലക്ഷം ടൺ ആയി മാറി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. 90 ദിവസത്തേക്കുള്ള എണ്ണ, LPG എന്നിവ ശേഖരിച്ച് വയ്ക്കേണ്ടത് അന്താരാഷ്ട്ര നോംസ് അനുസരിച്ച് ആവശ്യമായിരുന്നു. പക്ഷെ ഇവിടെ അത് പാലിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായി തുടരുന്നത്. 2024 ഫെബ്രുവരിയിൽ ആണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിക്കുന്നത്. എങ്ങനെ നോക്കിയാലും 90 ദിവസം ആവുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഗവൺമെൻറ്റിൻ്റെ പക്കൽ ആവശ്യത്തിന് ഗ്യാസ് ഉണ്ടായിരുന്നില്ല.
എന്നിട്ടും ഇന്ത്യൻ പെട്രോളിയം മന്ത്രി പറയുന്നു ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, ആവശ്യത്തിന് ഗ്യാസ് ഉണ്ട്, അത് ആവശ്യപ്പെട്ടവർക്ക് എത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയും മലയാളിയുമായ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ബബ്ബബ്ബ അടിക്കുകയും ചെയ്തു. ആ LPGകളൊക്കെ എവിടെയൊക്കെയോ ആണ്, ആവശ്യക്കാർക്ക് ഇത് കിട്ടുന്നില്ല എന്ന് മാത്രം. പിന്നെയുമുണ്ട് കാര്യങ്ങൾ. മോഡി വന്നതിന് ശേഷം നമ്മുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. ചേരിചേരാ പ്രസ്ഥാനമൊക്കെ കളഞ്ഞിട്ട് മോഡി അമേരിക്കയുടെ കാൽക്കൽ ഇന്ത്യയെ സമർപ്പിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ മോഡി ഇസ്രായേലിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ രാജ്യത്തലവൻ നെഹന്യാഹുവിനെ കെട്ടിപ്പിടിച്ച് മറ്റു രാജ്യത്തലവങ്ങൾ, ഇന്ത്യ ഭരിച്ച മറ്റു ആളുകളൊക്കെ ഇസ്രായേലിനെ പടിക്ക് പുറത്ത് നിർത്തുകയായിരുന്നു. ലോകം ആകെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാടത്തത്തിന് എതിരെ അമർഷം കാണിച്ചപ്പോഴും നമ്മുടെ മോഡി മൗനി ബാബയായി ഇരുന്നു. ഇതൊക്കെ ഇറാൻ കാണുന്നുണ്ട്. 2 കപ്പൽ ഹോർമൂസ് കടലിലൂടെ കടത്തിവിട്ടതിന് ശേഷം ഇറാൻ മൗനം പാലിച്ചതും ഇതിൻ്റെ ഫലമാണ്. നമ്മുടെ മാത്രം 25 കപ്പലുകൾ ആണ് ഈ കടലിരക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാട്ടിലൊന്നും അടുപ്പ് പുകയാതായി. അപ്പോൾ ഇതാണ് അശനി സങ്കേതം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.